ഇനി രണ്ടാമത്തെ ഒരു ഘട്ടം, നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു, നമസ്കാരം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇമാം റുക്കൂയിലേക്ക് പോവാനായിട്ടുണ്ട്, ഇമാം സൂറത്തൊക്കെ പാരായണം ചെയ്യാണ്. അപ്പൊ ആ ഘട്ടത്തിലാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അപ്പൊ നമ്മളും കൈകെട്ടി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫാത്തിഹ പാരായണം ആരംഭിച്ചു. ഉദാഹരണമായി റഹ്മാൻ റഹീം എന്നൊക്കെ എത്തിയുള്ളൂ, അല്ലെങ്കിൽ മാലിക് യൗമിദ്ദീൻ എന്നൊക്കെ എത്തിയുള്ളൂ. അപ്പോഴേക്ക് ഇമാം എന്ത് ചെയ്തു? പിന്നെ റുക്കൂയിലേക്ക് പോയി. നമ്മൾ പാരായണം പൂർത്തിയാക്കാൻ നിന്നാൽ നമുക്ക് ആ റക്അത്ത് ചിലപ്പോൾ ഇമാം പെട്ടെന്ന് റുക്കൂയിൽ നിന്ന് പെട്ടെന്ന് ഉയരുന്ന ആളാണ്. നമ്മൾ ഫാത്തിഹ തുടങ്ങി വെച്ചേ ഉള്ളൂ, തുടങ്ങി വെച്ചിട്ടുണ്ട്, തീരെ കിട്ടായ്മല്ല, തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇമാം റുക്കൂയിലേക്ക് പോയി. നമ്മളും വേഗം റുക്കൂയിലേക്ക് പോവുകയാണ് വേണ്ടത്. അല്ല, പൂർത്തിയാക്കി പോകാൻ കഴിയുമോ എങ്കിൽ നമ്മൾ പൂർത്തിയാക്കി പോവുക. അതല്ല, പൂർത്തിയാക്കാൻ നിന്നാൽ ഇമാം ഉയരും എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുക? ആ റക്അത്തിൽ അഥവാ വൈകി വന്ന ആ ഒരു മസ്ബൂക്കായി വന്ന ആൾക്കാണ് പറയുന്നത്. അല്ലാത്ത റക്അത്തിലാണെങ്കിൽ നമുക്ക് ശേഷം പറയാനുണ്ട്, അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത്.